വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പാഠഭാഗം എന്നുള്ളത് ക്രൈം ആൻഡ് സൊസൈറ്റിയിലെ പണിഷ്മെൻറ്റ് ആൻഡ് കോറിലേഷൻ മെത്തേഡ്സിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗം വ്യത്യസ്തമായി പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ പണിഷ്മെൻറ്റിൻ്റെ രൂപങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ പഴയ കാലഘട്ടങ്ങളുണ്ടായിരുന്ന പണിഷ്മെൻറ്റ്, ഇപ്പോഴത്തെ ആധുനിക കാലഘട്ടങ്ങളിലെ പണിഷ്മെൻറ്റൊക്കെ വ്യത്യസ്തമായ തലങ്ങളെക്കുറിച്ച് പാഠങ്ങൾ ചർച്ച ചെയ്യുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഇൻട്രൊഡക്ഷനിൽ പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഒരു സൊസൈറ്റി ആകുമ്പോൾ, ഒരു നാഷൻ ആകുമ്പോൾ അവിടെ ഒരു ക്രൈംസ് അധികരിച്ച് കഴിഞ്ഞാൽ അവിടെ ആളുകൾക്ക് പണിഷ്മെൻറ്റ് നൽകപ്പെടുക എന്നുള്ളത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഈ ക്രൈംസിന് വ്യത്യസ്തമായ രൂപത്തിലുള്ള പണിഷ്മെൻറ്റിൽ മുമ്പ് കാലം മുതൽ നടന്നു വന്നിരുന്നു, വന്നിരുന്നു നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഞാൻ അവിടെ മെയിനായിട്ടാണ് പറയാൻ പോകുന്നത് ആൻറ്റിക്വേറ്റഡ് ടൈംസ്, അതായത് പുരാതനമായ കാലഘട്ടങ്ങളിലുള്ള ശിക്ഷാ നടപടികളെ കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ അവിടെ വ്യത്യസ്ത രൂപത്തിലുള്ള കാലഘട്ടങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. അപ്പോൾ അവിടെ ആദ്യ കാലഘട്ടങ്ങൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, പണ്ട് കാലത്ത് ഇപ്പോൾ ഒരാൾക്ക് എന്ത് ചെയ്യുന്നു, ഒരു വ്യക്തിക്ക്, ഒരു വിക്ടിമിന് നമ്മൾ ഇത് കൊടുക്കുകയാണെങ്കിൽ, ആളെ ക്രൈം ചെയ്തതിന് അദ്ദേഹത്തിന് ഒരു ഇത് കൊടുക്കുകയാണെങ്കിൽ, അവിടെ ഇപ്പോൾ കോടതി നീതി നടപ്പാക്കി കഴിഞ്ഞാൽ കുടുംബങ്ങൾ തമ്മിൽ വയലൻ്റ് ആവുകയും അവർ പരസ്പരം എന്ത് ചെയ്യുന്നു, ആക്രമിക്കുകയും അവരുടെ സമ്പത്ത് ഒക്കെ നഷ്ടപ്പെടുന്നവരെ അവർ എന്ത് ചെയ്യുന്നു, തുറന്നു പോകുകയും ചെയ്യുന്നു പറയുന്നുണ്ട്. ഇനി അവിടെ പൈക്കിൻ ഇറാസിനെ കുറിച്ച് പറയുമ്പോൾ മിഡിൽ ഏജ് കാലഘട്ടങ്ങളിൽ വളരെ രൂപത്തിലുള്ള പീഡനങ്ങൾ, മറ്റു രൂപത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ എന്തായിരുന്നു, വ്യത്യസ്ത രൂപത്തിലുള്ള എക്സ്ക്യൂഷൻ, മറ്റു കാര്യങ്ങളൊക്കെ എന്തായിരുന്നു നടപടികൾ സ്വീകരിച്ചെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഏജസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അയേൺ വൈഡൻ, അതായത് ഒരു ഇരുമ്പോണ്ട് ഉണ്ടാക്കിയൊരു വാതിൽ, ആ വാതിലിൻ്റെ രണ്ട് സൈഡ് ഇരുമ്പായിരിക്കും. അപ്പോൾ ഒരാൾ ഈ വാതിൽ പ്രവേശിക്കുമ്പോൾ രണ്ട് സൈഡിൽ ഇരുമ്പുകൾ അദ്ദേഹത്തിന് മേൽ തറക്കുകയോ അങ്ങനെ അദ്ദേഹം മരിക്കുകയോ ചെയ്യുന്നൊരു രൂപത്തിൽ ശിക്ഷാ നടപടികളൊക്കെ സ്വീകരിച്ചിരുന്നു. ഇനി അവിടെ റിപ്രഷൻ്റെ ഇത് പറയുന്നുണ്ട്. റിപ്രഷൻ്റെ അടിച്ചമർത്തൽ, അതായത് വളരെ വ്യത്യസ്തമായ രൂപത്തിലുള്ള, അപ്പോൾ ശിക്ഷ നടപടി സ്വീകരിക്കുക ചങ്ങലക്കിട്, അതുപോലെ തന്നെ അത്തരത്തിലുള്ള മോശമായ രൂപത്തിലുള്ള എക്സ്ക്യൂഷൻ കാര്യങ്ങളൊക്കെ എന്തായിരുന്നു, തടവ് ശിക്ഷകൾ എന്തായിരുന്നു അവിടെ നൽകപ്പെട്ടിരുന്നു. ഇതുപോലെ തന്നെ പേറ്റൻഷറീസും തടവറകളെ കുറിച്ച് പറയുന്നത് വളരെ മോശമായ രൂപത്തിൽ തടവ്, നമ്മൾ ഈ കോക്രോച്ചുകളുള്ള, അതുപോലെ തന്നെ അങ്ങനെ ചളിയായിട്ടുള്ള അത്തരത്തിലുള്ള തടവറകളായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല ഇനി തടവറകളെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ അവിടെ നിൽക്കുന്ന ആളുകൾക്ക്, അവിടെ നിൽക്കുന്ന പ്രിസണേഴ്സ് എന്ത് ചെയ്യുന്നു, അവർക്ക് അവിടെ നിൽക്കുമ്പോൾ അവർക്ക് നൽകപ്പെടുന്ന ബ്ലാങ്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ എന്ത് ചെയ്യുന്നു, അവരതിന് പൈസ കൊടുക്കേണ്ട ഒരവസ്ഥ വരുന്നു. അപ്പോൾ കായുള്ളവർക്ക് എന്ത് ചെയ്യും, അവിടെ നിന്ന് പോകും ഉഷാറാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഞാൻ നേരെ അവിടെ താഴത്തായിട്ട് റൈസ് ഓഫ് നാഷൻ 1500 കാലഘട്ടങ്ങളിൽ റൈസ് ഓഫ് നാഷൻ വരുന്നത്, അവിടെ ധാരാളം കറക്ഷണൽ ഫെസിലിറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ വളരെ ഔട്ട് സ്പ്രിങ് രൂപത്തിലുള്ള നല്ല വ്യത്യസ്തമായ രൂപത്തിലുള്ള വെൽ സ്പ്രിങ് ആയിട്ടുള്ള മോഡസ്റ്റ് വർക്കൊക്കെ എന്ത് അവിടെ ജയിലുകളിൽ കൊണ്ടുവരുന്ന അവസ്ഥയാണ് ആ കാലഘട്ടങ്ങളിൽ പറയുന്നത്. അതുപോലെ കൊളോണിയൽ ആൻഡ് എയറി പോസ്റ്റ് റെവല്യൂഷൻ പീരീഡിൽ യഥാർത്ഥ അച്ചടക്കം ഒരു മാനദണ്ഡമായി കണക്കാക്കിയിരുന്ന ഒരു അവസ്ഥയായിരുന്നു ഏർലി അമേരിക്കയിൽ, യൂറോപ്പിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് പണിഷ് ചെയ്യാൻ അവർക്ക് എന്ത് ചെയ്യുന്നു, ചാട്ടവാറയുടെ പോലെ, പിലിഗ്രിമേഴ്സ് പോലെ, മാർക്കിംഗ് പോലെ അത്തരത്തിലുള്ള അതൊക്കെ സ്വീകരിച്ചിരുന്നു പറയുന്നത്. ഞാനത് പെൻസിൽവാനിയ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദി ഒറിജിനൽ പെൻസിൽവാനിയ ക്രിമിനൽ കോഡ് പ്രൊഹിബിറ്റഡ് എക്സിക്യൂഷൻ ഫോർ ഓൾ ഒഫൻസസ് അതർ ഹോമോസൈഡ് കേട്ടോ. ആ ഹോമോസൈഡ് അല്ലാതെ മറ്റ് രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് എന്താണ് എക്സ്ക്യൂഷൻ ഒഴിവാക്കി. കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ള എക്സ്ക്യൂഷനാണ് ഏറ്റവും അൾട്ടിമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ ഒഴിവാക്കുന്നുള്ളതായിരുന്നു ഒരു സ്വീകരിച്ചത്. തോട്ട്സ് ഫോർ ദി എൻലൈൻമെൻറ്റ്. എൻലൈൻമെൻറ്റ് തോട്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ടോർച്ചർ ആസ് ദ ഫോം ഓഫ് പണിഷ്മെൻറ്റ് വാസ് അബോളിഷ്. വെസ്റ്റേൺ യൂറോപ്പ് കൺട്രീസിൽ ഫെറഞ്ച് റവല്യൂഷൻ കാലഘട്ടങ്ങൾ എന്തായി ഇത്തരത്തിലുള്ളതിനെ അബോളിഷ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചൊരവസ്ഥയാണ് ആ ഒരു ഇതിൽ പറയുന്നത്. മാത്രമല്ല റിഫോം മൂവ്മെൻറ്റിൽ ദി പൊട്ടൻഷ്യൽ ഓഫ് ഇൻഡിവിജ്വൽസ് ഓപ്പർച്യൂണിറ്റി നോഷൻ ഓഫ് ദി പീപ്പിൾ കുഡ് അഡ്വാൻസ് സൊസൈറ്റി. ഓക്കെ, വ്യത്യസ്തമായ രൂപത്തിലുള്ള അമേരിക്കൻ സൊസൈറ്റിയിൽ ഇത്തരത്തിലുള്ളൊരു ഇത് ആകെ പരന്ന അമേരിക്ക ആകമാനം പറന്നെന്നാണ് പറയുന്നത്. ഓക്കെ, പെണ്ണുങ്ങൾക്കുള്ള നീതി നടപ്പാക്കുക, അവർക്ക് വേണ്ടി റൈറ്റ്സ് കാര്യങ്ങളൊക്കെ എന്തായും മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു ഫോമിൽ നമ്മൾ ഉദ്ദേശിച്ചത്. ഞങ്ങളുടെ പെൻസിൽവാനിയ സിസ്റ്റത്തിൽ പറയുമ്പോൾ 1987 കാലഘട്ടങ്ങളിൽ പെൻസിൽവാനിയ ഈ സിസ്റ്റം എന്താണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് പബ്ലിക് പ്രിസണേഴ്സിനെ ഇല്ലാതാക്കുക എന്നുള്ളൊരു ഇതാണ് മുന്നോട്ട് വെച്ചിരുന്നത്. ആര് ഈ പെൻസിൽവാനിയ സിസ്റ്റം. അവിടെ ഡോക്ടർ ബെഞ്ചമിൻ റഷാണ് ഇതിൻ്റെ അദ്ദേഹം നയിച്ചിരുന്നത് പറയാൻ സാധിക്കും. ഞാൻ നേരെ താഴത്തായിട്ട് കോപ്പറേറ്റ് സിസ്റ്റത്തിൽ എന്ന് പറഞ്ഞാൽ മറ്റേ ഈ ഒരു രൂപത്തിലുള്ള ശിക്ഷ നടപടിയാണ്. അപ്പോൾ എന്താ വെച്ചാൽ വൈകുന്നേര സമയങ്ങളിൽ എന്ത് ചെയ്യുന്നു, ഈ പ്രിസണേഴ്സിനെ ഒറ്റയ്ക്ക് ഇരുത്തുക. അപ്പോൾ ബാക്കിയുള്ള ആളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഈവനിങ് സമയത്ത് ഒറ്റയ്ക്ക് റൂമിൽ ഇരുത്തുന്ന അവസ്ഥ, അതൊക്കെ ശിക്ഷ നടപടിയായിട്ട് സ്വീകരിച്ചെന്ന് പറയാം. ഇനി സിൻസിനറ്റി ഡിക്ലറേഷൻ ആ ഭാഗത്ത് പറയുന്നത് വെച്ചാൽ ജയിൽ എക്സിക്യൂട്ടീവ്സ് ഭയങ്കര മോശമായിരുന്നു. മാത്രമല്ല കൺവിക്റ്റിനെ വ്യത്യസ്ത മോശമായ രൂപത്തിൽ വർക്ക് ചെയ്യാനൊക്കെ അവരെന്ത് മുന്നോട്ട് നയിച്ചു എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി അവിടെ തന്നെ എന്തു പറയുന്നുണ്ട്, നാഷണൽ പ്രിസൺ അസോസിയേഷൻ അവിടെ രൂപീകരിക്കുന്നതൊക്കെ ആ സമയത്താണ് അതൊക്കെ ഉണ്ടാവുന്നത് അവിടെ പറയുന്നുണ്ട്. ഇനി അവിടെ എൽമിറ
റിഫോമേറ്ററി എന്താണെന്ന് വെച്ചാൽ 1876 കാലഘട്ടങ്ങളിൽ ന്യൂയോർക്കിനടുത്ത് വരുന്നത്. അപ്പോൾ ഫോർ മെയിൽ വോങ് ഡുവേഴ്സിനാണ് ഇതൊരു സംഭവം വരുന്നത്. ഓക്കെ 30 മുതൽ 60 വയസ്സിൻ്റെ ഇടയിലുള്ള ആളുകൾക്കായിരുന്നു ഇത്. അപ്പോൾ ജോബൻ ബ്രോക്ക്വേ അദ്ദേഹത്തിൻ്റെ ഡയറക്ടറായിട്ട് അറിയപ്പെടുന്നു കേട്ടോ. ഇനി അടുത്തായിട്ടാണ് പറയുന്നത് പ്രിസോൺ റിഫോം ഇൻ ദി ഏർലി 20th സെഞ്ചുറി. ഓക്കെ ഏർലി 20th സെഞ്ചുറിയിലെ പ്രിസൻസിൻ്റെ റിഫോം. അപ്പോൾ 1990 കാലത്ത് ബ്രോക്ക്വേസ് റിസ്ട്രോക്റ്റീവ് കൺസെപ്റ്റാണ് ഇത് മുന്നോട്ട് വരുന്നത്. അത് ജനകീയമായി മാറി. മാത്രമല്ല ഹാർഷൽ ഡിസിപ്ലിൻ എന്തായി ഇവിടെ റീപ്ലേസ് ചെയ്യും. ഇവിടെ മാത്രം എഡ്യൂക്കേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സ്ട്രാറ്റജീസ് ബൈ വേൾഡ് വാർ 1 കാലഘട്ടങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ മാത്രമല്ല ഞാൻ അടുത്ത പറയാൻ പോകുന്നത് റെട്രിബ്യൂട്ടീവ് ഇതിനെ കുറിച്ചാണ് അടുത്ത പറയാൻ പോകുന്നത്. അപ്പോൾ റെട്രിബ്യൂട്ട് പറയുമ്പോൾ ഈ ഒരു റെട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൺ എന്ത് ചെയ്യാണ് ഒരു ലോനെ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റിസ് ഡിമാൻഡ് പ്രോസസ് ഇൻ റിട്ടേൺ. ഓക്കെ അപ്പോൾ എന്ത് ചെയ്യും ഒരു പൈസ നൽകി കഴിഞ്ഞാൽ ഈ റിപ്രസെൻ്റ് എന്ത് ചെയ്യാം തിരിച്ച് കൊണ്ടുപോകാൻ തിരിച്ചെടുക്കുക എന്നുള്ളൊരിതാണ് ഈ ഒരു ഇതിൽ വരുന്നത്. ഓക്കെ അപ്പോൾ മാത്രമല്ല ഇത് റിവെഞ്ചൊക്കെ ചെയ്യാനുള്ളൊരു കാരണം. അപ്പോൾ ഇയാൾ തിരിച്ചു കിട്ടുമ്പോൾ എന്ത് ചെയ്യും റിവെഞ്ച് എടുക്കാനൊക്കെ എന്ത് ചെയ്യും മുതിരുന്നൊരവസ്ഥ വന്നു. ഓക്കെ ഇതിൻ്റെ ലക്ഷ്യങ്ങൾ താഴത്ത് പറയുന്നുണ്ട്. അവിടെ തന്നെ ഇതിൻ്റെ ഹിസ്റ്ററി പറയുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഇമ്മാനുവൽ കാന്റ് മെറ്റാഫിസിക്കൽ ഓഫ് മോറൽസ് അവിടെ അത് സിമ്പിളായിട്ട് പാഠഭാഗമാണ് ആ ഭാഗത്ത് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററി ഓക്കെ ഏർലി ഓൺ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ആൾ ലീഗൽ സിസ്റ്റം ദി എൻഫോഴ്സ്മെൻറ്റ് ഓഫ് റൈറ്റ്സ് വാസ് സബോർഡിനേറ്റ് പണിഷിംഗ് ഒഫൻഡേഴ്സ്. ഓക്കെ അവരെന്ത് പണിഷ് ചെയ്യുക എന്നുള്ളൊരു ഇതായിരുന്നു അവർ സ്വീകരിച്ചത്. ഞാൻ അതിൻ്റെ പ്രിൻസിപ്പൾസ് അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് ഡോക്ട്രിൻ ഓഫ് സൊസൈറ്റൽ പേഴ്സണിഫിക്കേഷൻ ആൻഡ് ദി ഡോക്ട്രിൻ ഓഫ് കറക്ഷൻ ഇംഗ്ലീഷ് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് റെട്രിബ്യൂട്ടീവ് തിയറി ഓഫ് പണിഷ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ റെട്രിബ്യൂട്ടീവ് തിയറി പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള എന്താ വെച്ചാൽ നമ്മുടെ ഒരു വ്യക്തിമിനെ എന്ത് ചെയ്യുക പിടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പൈസ ഒരു ക്യാഷ് നമ്മൾ അടച്ചിട്ട് നമ്മൾ തിരിച്ചെടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. ഈ റെട്രിബ്യൂട്ടീവ് തിയറിയാണ് ഹിന്ദു സ്ക്രിപ്ചേഴ്സിൽ പറയുന്നത്. ഇപ്പോൾ രാമായണ മഹാഭാരത ദുർഗ ഓക്കെ സപ്തസൊക്കെ പറയുന്നുണ്ട്. അവിടെ തന്നെ കേസ് ലോസിന് നിർഭയ ജഡ്ജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അൻവർ അഹമ്മദ് വി സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് ആൻഡ് ഉണ്ട് ശ്രീയാസിൻ ദാലിയസ് അതൊക്കെ ഓരോ രൂപത്തിലുള്ള കേസുകളാണ് അവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇനി ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഡിഫറെൻറ്റ് തിയറി ഓഫ് പണിഷ്മെൻറ്റിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള തിയറിയെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഡിഫറെൻറ്റ് തിയറി ഓഫ് ഡിറ്ററൻറ്റ് തിയറി ഓഫ് പണിഷ്മെൻറ്റിൻ്റെ ഡിറ്ററൻറ്റ് തിയറിയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ അവിടെ മനസ്സിലാക്കാനുള്ള എന്താ വെച്ചാൽ വേർഡ് ഡിറ്റർ എന്നുള്ള വേർഡ് ഡിറ്ററൻറ്റ് തിയറി of punishment refers to returning from engaging in any wrongdoing. This theory's main objective is to deter or prevent. Okay, ക്രിമിനൽസിന് എന്ത് ചെയ്യുക ഇത്തരത്തിലുള്ള മോശമായ ഇതിന്ന് എന്ത് ചെയ്യുക ഒഴിവാക്കുക. ഓക്കെ അവർക്ക് ഇതിനെ തടയുക എന്നുള്ളതാണ് ഡിറ്ററാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മോശമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പോകുന്നതിന് തടയുക എന്നുള്ളതാണ് ഇതിന്. അവിടെ തന്നെ ജൂറിസ്പ്രുഡൻഷ്യൽ സ്കൂൾ ഓഫ് തോട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ the most crucial cure is known the who developed this philosophy of punishment. ഓക്കെ ഇതാരാണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതിനെ കുറിച്ച് ചർച്ച വരുന്നുണ്ട്. അവിടെ തന്നെ ജൂറിസ്പ്രുഡൻഷ്യൽ സ്കൂൾ ഓഫ് തോട്ടിനുള്ള പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ദി സോഷ്യോളജിക്കൽ സ്കൂൾ ഓഫ് ലോ ക്യാൻ ബി കണക്റ്റഡ് ടു ബി ഡിറ്ററൻറ്റ് ഹൈപ്പോത്തിസിസ് എ കണക്ഷൻ ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് ലോ ഈസ് എസ്റ്റാബ്ലിഷ് ബൈ ദി സോഷ്യോളജിക്കൽ സ്കൂൾ തോടെന്നാണ് ഈ ഒരു ഐഡിയ എന്താണ് മുന്നോട്ട് വരുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ അടുത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഭാഗമാണ് പ്രിവെൻറ്റീവ് തിയറി ഓഫ് പണിഷ്മെൻറ്റ്. അപ്പോൾ പ്രിവെൻറ്റീവ് തിയറി ഓഫ് പണിഷ്മെൻറ്റ് ചർച്ച ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഇത് പ്രിവെൻറ്റീവ് തിയറി ഓഫ് പണിഷ്മെൻറ്റ് എയിംസ് ടു സ്റ്റോപ്പ് ഫ്യൂച്ചർ ക്രൈംസ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഭാവിയിലെ ആളുകളുടെ അവരെന്ത് ചെയ്തു ക്രൈംസ് അധികരിപ്പിക്കുന്ന തൊട്ട് അവിടെ തടയുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ പ്രിവെൻറ്റീവ് തിയറി ഓഫ് പണിഷ്മെൻറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഞാൻ അവിടെ തന്നെ ഫിലോസഫിക്കൽ വ്യൂ ഓഫ് പ്രിവെൻറ്റീവ് തിയറി ഉണ്ട്. ആ ഫിലോസഫിക്കൽ വ്യൂ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് വരാൻ പോകുന്ന കാലം ഇപ്പോഴത്തെ ഈ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ക്രൈം അധികരിച്ചു വന്നത് ഇനി വരാൻ പോകുന്ന ആളുകളെന്തോ കൂടുതൽ ക്രൈമിലേക്ക് തന്നെ അവരെ കൊണ്ടുപോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതേസമയം ഇത്തരത്തിലുള്ളൊരു തിയറിയുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ വളരെ വലുതാണ്. മാത്രമല്ല അവിടെ കേസ് ലോസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻകപ്പാസിറ്റി ഓഫ് തിയറി ഓഫ് പണിഷ്മെൻറ്റ് മീനിങ് അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിലുള്ള മീനിങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ എന്താ ടു പ്രിവെൻറ്റ് ദി ഒഫൻസ് ബൈ പണിഷിങ് സച്ച് ആസ് ദ ഫ്യൂച്ചർ ജനറേഷൻ റെഡ് ടു പ്രിപ്പയർ ദി ഇല്ലീഗൽ ആക്ട്. അപ്പോൾ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫ്യൂച്ചർ ജനറേഷനെ തടയാന്നുള്ളതാണ് മെയിനായിട്ട് ഇതിൻ്റെ ഒരു ലക്ഷ്യം. അവിടെ മീനിങ് ഡെഫിനിഷനും മറ്റും അപ്പോൾ ഡെഫിനിഷൻ ഒക്കെ നോക്കാം. ദ ലിമിറ്റേഷൻ ഓഫ് എ പേഴ്സൺസ് ഫ്രീഡംസ് ആൻഡ് ലിബർട്ടീസ് ദാറ്റ് ഇസ് വുഡ് ടൈപ്പിക്കലി ഹാവ് ഇൻ സൊസൈറ്റി ഇസ് റിഫേർഡ് ടു ഇൻകപ്പാസിറ്റേഷൻ. അപ്പോൾ ഒരു ആൾക്ക് നൽകപ്പെടുന്ന ഫ്രീഡം അതിനുള്ള ലിബർട്ടിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇൻകപ്പാസിറ്റേഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. ഓക്കെ ഞാൻ അവിടെ ഈ തിയറി അപ്ലിക്കേറ്റ് ചെയ്യുന്ന രൂപം പറയുന്നത് അതുപോലെ അതിൻ്റെ ഒറിജിൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പൻസേറ്ററി തിയറി ഓഫ് പണിഷ്മെൻറ്റ് പറയുന്നുണ്ട്. അവിടുത്തെ ഡെഫിനേഷൻ എന്താ വെച്ചാൽ ഇത് പ്രൈമറി ഗോൾ ഓഫ് ക്രിമിനൽ ലോ ഈസ് ടു പണിഷ് ദ ഒഫൻഡർ. ഓക്കെ
or work toward is reformation and rehabilitation using all the tools of goodwill available കോഡ്സ്. കോഡ്സിലൊക്കെ അവൈലബിൾ ആയിട്ട് എല്ലാ രൂപത്തിൽ ഗുഡ് വിൽ പോലെ തന്നെ ടൂൾസ് ഒക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. റീഹാബിലിറ്റേഷന് ബന്ധപ്പെട്ട അത്തരത്തിലുള്ള നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവരെ എന്താണ് പണിഷ് ചെയ്യുക. ഓക്കെ, എത്തരത്തിലുള്ള പണിഷ് ചെയ്യാൻ പറ്റും അത്തരത്തിൽ. ഇപ്പോൾ എങ്ങനെ വെച്ചാൽ ഒരു പണിഷ്മെൻറ്റ് നടപ്പാക്കുമ്പോഴാണ് ഒരാൾക്ക് ആ ക്രൈമിൽ നിന്ന് വിട്ട് നിൽക്കാൻ, ആ ക്രൈമിൽ നിന്ന് വിട്ട് നിൽക്കാൻ അതിന് സാധിക്കാമെന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി അവിടെ തന്നെ കേസ് ലോസിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ വ്യത്യസ്തമായ രൂപത്തിലുള്ള കേസുകളാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. പിന്നെ അതിന് നേരെ ഇതിലായിട്ട് റിഫോർമേറ്റീവ് തിയറി ഓഫ് പണിഷ്മെൻറ്റ് ഉണ്ട്. ഈ പണിഷ്മെൻറ്റ് റിഫോർമേറ്റീവ് തിയറി പറഞ്ഞാൽ according to this theory, the goal of discipline should be change the cheat through a individualization method. Whether wrongdoers commits crimes depends on the humanistic principle that he never ceases to be a person. Okay, അപ്പോൾ ഒരു വ്യക്തി ഇത്തരത്തിലുള്ള തെറ്റിലേക്ക് പോവാതിരിക്കാൻ വേണ്ടത് എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, ഇത്തരത്തിലുള്ള തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാൻ അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ്, അദ്ദേഹം എടുക്കുന്ന എഫേർട്ട് എന്തൊക്കെയാണെന്നെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ തിയറിയുടെ ഹിസ്റ്ററിയെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഹിസ്റ്ററിയുടെ മെയിൻ പർപ്പസ് എന്താ വെച്ചാൽ വളരെ സിമ്പിളാണ്. ദി മോട്ടിവേഷൻ ഫോർ ഡിസിപ്ലിൻ ഇസ് വെരി പേഴ്സണലൈസ്ഡ് ആൻഡ് റിവോൾവ്സ് അറൗണ്ട് ദി ഇൻഡിവിജ്വൽസ് ഫാമിലി മെമ്പേഴ്സ് പ്രിഫേർഡ് ഫ്രം എ മെൻ്റൽ റീക്രിയേഷൻ. അവർ മെൻ്റൽ റീക്രിയേഷൻ എന്താവും ഇത് കാരണമായി മാറുന്നു എന്ന് പറഞ്ഞാൽ സാധിക്കും. മാത്രമല്ല അതിന് ക്രിറ്റിസിസം വരുന്നുണ്ട്. അതുപോലെ തന്നെ യൂട്ടിലിറ്റേറിയൻ തിയറി ഓഫ് പണിഷ്മെൻറ്റ് ആ ഭാഗത്ത് വന്ന് ചർച്ച ചെയ്യുന്നത് വെച്ചാൽ യൂട്ടിലൈസേഷൻ ഡിസിപ്ലിൻ സീക്ക് ടു പണിഷ് റോങ്ഡൂസ് ഇൻ ഓർഡർ ടു വീക്കൻ ഓർ ഹിൻഡർ ഫ്യൂച്ചർ റോങ്ഡൂസ്. ഇതൊക്കെ പ്രധാനമെന്ന് പറഞ്ഞു വെച്ചാൽ അവർ ഫ്യൂച്ചറിൽ ചെയ്യുന്ന പോലെ റോങ്ഡൂസ് തോലെ അകറ്റി നിർത്തുക എന്നുള്ളതാണ് മെയിൻ ലക്ഷ്യം. അവിടെ തന്നെ അതിന് ഡെത്ത് പെനാൽറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന അത് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റിവ്യൂ ഓഫ് ദി യൂട്ടിലൈസേഷൻ റിവ്യൂ എടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നെറ്റ് ബെനിഫിറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ അപ്പോൾ അതിന് ബെനിഫിറ്റ്സ് അധികരിച്ച് ബെനിഫിറ്റ്സ് തന്നെ ഉണ്ട് തീർച്ചയായിട്ടും. കാരണം ഇനി നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ചാൽ വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യുക ഇത്തരത്തിലുള്ള പണിഷ്മെൻറ്റ് ക്രൈംസ് കുറക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇനി അടുത്ത ഡിറ്ററൻറ്റിനെ അവിടെ ചർച്ച ചെയ്യുകയാണെങ്കിൽ ചർച്ചയാണെങ്കിൽ സം ഓഫ് ദി മേജർ ഇഷ്യൂസ് മോഡേൺ ക്രിമിനൽസ് ആസ് ഡിബേറ്റിംഗ് വെദർ ട്രഡീഷണൽ ഫോംസ് ഓഫ് പണിഷ്മെൻറ്റ് ഷുഡ് കണ്ടിന്യൂ ടു ബി ഓൺ ദി പ്രിൻസിപ്പൽ ലോ ടു ഇത്രമേ ക്രിമിനൽ ബിഹേവിയർ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ട്രഡീഷണലായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പണിഷ്മെൻറ്റ് ലോസ് തന്നെ നമ്മൾ പിന്തുടരണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രഡീഷണലായിട്ട് നമ്മൾ എങ്ങനെയാണ് പണിഷ്മെൻറ്റ് ചെയ്തത് അതേ രൂപത്തിൽ തന്നെ നമ്മൾ എന്താ പറയുക ഇപ്പോഴും പിന്തുടരുന്നത് പറയുന്നത്. അവിടെ റിഫോർമേറ്റീവ് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് പറഞ്ഞാൽ എന്താ പറയുക ദ ഐഡിയ കണ്ടൻസ് ദാറ്റ് എ കോൺട്രഡിക്ഷൻ ബിറ്റ്വീൻ എ ക്രിമിനൽസ് മോട്ടിവേഷൻ ആൻഡ് ക്യാരക്ടർ യൂസ് ലീഡ്സ് ടു ക്രൈം ബീങ് കമ്മിറ്റഡ്. ഓക്കെ, അപ്പോൾ ക്രൈം ബീങ് ഒരാൾ ഒരു ക്രൈമായിട്ട് അയാൾ കമ്മിറ്റായി കഴിഞ്ഞാൽ അപ്പോൾ എന്താണ് ഒരു വ്യത്യസ്ത രൂപത്തിലുള്ള ആൾക്കൊരു മോറലായിട്ടുള്ള റെസ്ട്രിക്ഷൻ ആൾക്ക് നൽകാതിരിക്കുക, ആളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു റെസ്ട്രിക്ഷൻ എന്ത് ചെയ്യണം ആൾക്ക് നൽകപ്പെടുക എന്നുള്ളത് എന്താണ് ആവശ്യമാണ്. ഇല്ലെങ്കിൽ ആൾ ഇനിയും അത്തരത്തിലുള്ള തെറ്റിലേക്ക് മുന്നോട്ട് പോകുന്നു എന്ന് പറയാൻ സാധിക്കും. ഇനി അടുത്തായിട്ട് ഈ പാഠഭാഗത്തിൽ റിഫോർമേറ്റീവ് ക്രിറ്റിസിസത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഭാഗം ശ്രദ്ധിക്കണം വെച്ചാൽ ഈ സിഗ്നിഫിക്കൻ്റ് ആൻഡ് ഷുഡ് നോട്ട് ബി ഇഗ്നോർഡ്. ഒരിക്കലും നമ്മൾ തള്ളിക്കളാൻ പറ്റാത്ത അവസ്ഥ ഇതാണ് ഈ റിഫോർമേറ്റീവ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് പരിഗണിക്കപ്പെട്ട സംഭവം തന്നെയാണ്. മാത്രമല്ല ഇനി ഇന്ത്യയിൽ അതിൻ്റെ സ്റ്റാറ്റസിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ തന്നെ പ്രൊബേഷൻ ഉണ്ട്, അതുപോലെ തന്നെ പരോള്, ഇൻ്റർമീഡിയറ്റ് സെൻറ്റൻസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ അഡ്മോണിഷൻ ആൻഡ് പാരഡോൺ മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവിടെ തന്നെ ഇന്ത്യയിലുള്ള ജഡ്ജ്മെൻറ്റ് അവിടെ നമ്മൾ വ്യത്യസ്ത രൂപത്തിലുള്ള കേസുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിറ്റിസിസം പറയുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് കോറിലേഷൻ മെത്തേഡിനെ കുറിച്ചാണ്. അപ്പോൾ ഈ കോറിലേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഇന്ത്യയിൽ ഹിന്ദു ആൻഡ് മുഗൾ എറാസിൻ്റെ കാട്ടുന്നത് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ പണിഷ്മെൻ്റ് ആയിരുന്നു ടൂളായിട്ട് ക്രിമിനൽ ചേഞ്ചിൻ്റെ ഒരു വലിയ ഇത് പറഞ്ഞാൽ പണിഷ്മെൻ്റ് ആയിരുന്നു. അത് കണ്ടിരുന്ന വലിയൊരു മാർഗ്ഗം പണിഷ്മെൻറ്റ്. അപ്പോൾ ആളുകളെ പണിഷ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു മെയിനായിട്ടുള്ള കണ്ടിരുന്നത്. മാത്രമല്ല ഡെത്ത് പെനാൽറ്റി, ഹാങ്ങിങ്, ലാഷിങ്, ഫ്ലോഗിങ് പോലത്തെ പ്രാണിയൊക്കെ തൂക്കിലേറ്റ്, അതുപോലെ തന്നെ ചാട്ടവാറോട് അടിക്കുക, അങ്ങനത്തെ വിഷയങ്ങളായിരുന്നു ഓരോ സ്വീകരിച്ചിരുന്ന മെത്തേഡുകൾ. ഓക്കെ, ഇനി അതുപോലെ തന്നെ അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ഭാഗമാണ് എന്താ പറയുക പ്രിസൺ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ ഇവിടെ നമ്മൾ വ്യത്യസ്തമായി മനസ്സിലാക്കാനുള്ളത് ഇപ്പോൾ ഈ പ്രിസൺ ബേസ്ഡ് ആകുമ്പോൾ അവിടെ ആളുകൾക്ക് ഈ ജയിലുകളിൽ ഇത്തരത്തിലുള്ള രൂപത്തിലുള്ള ഇതാണ് നൽകപ്പെടുന്നത്. അതിനനുസരിച്ചായിരിക്കും ആളുകൾ മാറുക. ഓക്കെ, തീർച്ചയായിട്ടും അപ്പോൾ
എങ്ങനെയാണ് പ്രിസൺ ബേസ്ഡ് ആകുമ്പോൾ ഡ്യൂറിങ് ഇന്ത്യസ് ഹിന്ദു ആൻഡ് മുഗൾ ഇറാസ് പണിഷ്മെൻറ്റ് വാസ് നോട്ട് വ്യൂഡ് ആസ് എ ടൂൾ ടു ഹെൽപ്പ് ഇൻ ക്രിമിനൽ ഡ്യൂറിങ് ദ ടൈം ഡിറ്ററൻസ് വാസ് ദ പ്രിൻസിപ്പൽ ഗോൾ ഫോർ പണിഷ്മെൻറ്റിൽ മെയിനായിട്ടുള്ള പ്രിൻസിപ്പൽ ഗോളാണ് ഡിറ്ററൻസ് ആയിരുന്നു അവർ എടുത്തിരുന്നത്. ഓക്കെ, ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പ്രിസൺസ് അതുപോലെ കമ്മ്യൂണിറ്റിക്ക് വ്യത്യസ്തമായ രൂപത്തിലുള്ള ഇത് നൽകപ്പെട്ടു, ജയിലറകൾ നൽകപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ പ്രവേശം പറയുന്നുണ്ട്, പ്രവേശം 2 ടൈപ്സ് പറയുന്നുണ്ട്. അപ്പോൾ ജയിൽ ടൈം കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതുപോലെ സെർവിങ് ടൈം, ജയിലിൽ സെർവിങ് ടൈം ഉണ്ടാവും. ഓക്കെ, ഫ്രീക്വൻ്റ്ലി അപ്പോൾ ജയിൽ ടൈം ഇതാക്കിയിട്ട് സെർവിങ് ടൈം ഉണ്ടാവേണ്ട അവസ്ഥ ഉണ്ട്. അതുപോലെ തന്നെ പ്രൊബേഷൻ ഓഫീസർ റോൾ ഉണ്ട്. പ്രൊബേഷൻ ഓഫീസർ പേഴ്സൺസ് പ്രൊബേഷൻ ഈ സർവീസ് ബൈ പ്രൊബേഷൻ ഓഫീസേഴ്സ് ഫ്രീക്വൻ്റ്ലി മീറ്റ് വിത്ത് ദം ദെയർ ഡ്യൂട്ടീസ് അറ്റ് വർക്ക് ഇൻക്ലൂഡ് ഒരു വർക്ക് ഉൾപ്പെടുന്ന ഒരു അവസ്ഥയാണ് അവിടെ പറയുന്നത്. ഞാൻ അവിടെ തന്നെയാണ് വ്യത്യസ്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗം ഇവിടെ പരോളാണ് മെയിനായിട്ട്. നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന വലിയൊരു ഭാഗം എന്നുള്ള പരോളിനെ കുറിച്ചാണ്. അപ്പോൾ ഈ പരോൾ എന്ന് പറയുമ്പോൾ പരോൾ ഈസ് എ ഫോം ഓഫ് റെസ്ട്രിക്റ്റഡ് ഫ്രീഡം ഫോർ പ്രിസണേഴ്സ് ആണ്. ഇത് പ്രിസണേഴ്സ് നോൺ ആസ് ദ പരോൾ എന്ന് അറിയപ്പെടുക. ഈസ് റിലീസ് ഫ്രം ദി കസ്റ്റഡി ബട്ട് ഇറ്റ് സ്റ്റിൽ റിക്വയർ ടു ഫുൾഫിൽ എ നമ്പർ ഓഫ് ഒബ്ലിഗേഷൻസ്. ആ വ്യത്യസ്തമായ ഒബ്ലിഗേഷൻസ് നൽകുമ്പോഴാണ് നമുക്ക് പരോൾ കിട്ടുക. ഓക്കെ, പരോൾ ടൈപ്പിക്കൽ പരോൾ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷനറി പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു കസ്റ്റഡിയിൽ നിന്നൊരു എന്താ പറയുക വ്യക്തി എന്താവുന്നു, റിലീസാവുന്നു. ഓക്കെ, അപ്പോൾ ഒരു നൽകപ്പെടുന്ന ശിക്ഷ കാലയളവിൽ ചെറിയൊരു ഇടം എന്ത് ചെയ്യുന്നു, അവർക്ക് പരോളിൽ നിന്ന് നമുക്ക് ജയിലിൽ നിന്ന് പോരാളത് നമുക്ക് കിട്ടുന്നത് ഇതാണ് പരോൾ എന്ന് പറയാം. ഓക്കെ, ഈ പരോൾ ഈസ് നോട്ട് റൈറ്റ് എന്ന് പറയുന്നത് എലിജിബിലിറ്റി ഫോർ പരോളിന് എലിജിബിലിറ്റി പറയുന്നുണ്ട്. അത് പരോളിന് ഹിയറിംഗ് ഉണ്ട്, പരോൾ സൂപ്പർവിഷൻ ഉണ്ട്, പരോൾ കണ്ടീഷൻസ് ഒക്കെ എന്താണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പരോൾ വയലേഷൻ പോലത്തെ ടൈപ്സ് ഓഫ് വയലൻസ് ഉണ്ട്. അപ്പോൾ തന്നെ പരോൾ റിവോക്കേഷൻ ഓർ വയലൻ്റ് ഹിയറിംഗ് ഒക്കെ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പരോൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു വ്യക്തിക്ക് കിട്ടേണ്ട ഒരു റൈറ്റ് ആണ് പറയാൻ സാധിക്കും തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഇത്തരത്തിലുള്ള ഒബ്ലിഗേഷൻ കാര്യങ്ങളൊക്കെ നൽകപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള പരോളിന് എന്ത് ചെയ്യും അവസരങ്ങൾ ലഭിക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നു പരോളിലായിട്ട് അയാൾ എന്ത് ചെയ്യുന്നു ഇറങ്ങുന്നു. ഓക്കെ, അപ്പോൾ ഇതൊരു നിയമ സാധ്യതയിൽ പണിഷ്മെൻറ്റ് ഉൾപ്പെടുന്ന സംഭവമാണ് പരോൾ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പാഠഭാഗം മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ചോദിച്ച് മനസ്സിലാക്കുക.